ഹലോ, ഹെഡ്മയിലുള്ള യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എന്താ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ ഡെയിലി കാണുന്നുണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് കാണുമ്പോൾ എനിക്കും മനസ്സിലാകുന്നുണ്ട് നിങ്ങളും സേഫായിട്ടിരിക്കുന്നുവെന്ന്. ഒത്തിരി സന്തോഷം. ഈ ദിവസങ്ങളിൽ പുതിയ കുറേ കൂട്ടുകാർ വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും നന്ദി. ഒത്തിരി പേർക്ക് അറിയില്ല എൻ്റെ വീട് എവിടെയാണ്, ഞാൻ എവിടെയാണ്, ജോലി ചെയ്യുന്നുണ്ടോ ഒക്കെ. അപ്പോൾ പഴയ വ്ളോഗ് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. തീർച്ചയായിട്ടും എല്ലാ ഡീറ്റെയിൽസും ഓരോ വ്ളോഗിലും ഉണ്ട്. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പഴയ വ്ളോഗൊക്കെ കാണുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ട് പറയുന്നുണ്ട്, ചാനൽ ഒത്തിരി ഇഷ്ടമാണോ, കാണാൻ ലേറ്റായിപ്പോയി, ഇപ്പോഴാണ് ചാനൽ കാണാനിടയായത്, പഴയതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഒത്തിരി നന്ദി. അപ്പോൾ എന്താണ്, ഇന്നും ഒരു ഈസി ആയിട്ടുള്ള ഒരു ലഞ്ചാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഒഴിച്ചുകറി, തോരൻ അങ്ങനെയൊന്നുമല്ല, ഒരു ഈസി ആയിട്ടുള്ള ഒരു വെറൈറ്റി ബിരിയാണി റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ബിരിയാണി റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം, ബിരിയാണി മസാല എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ, വളരെ ഈസിയാണ് ചെയ്യാൻ. നേരെ റെസിപ്പിയിലോട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അധികം ചിക്കനോ അധികം മസാലയോ ഒന്നും വേണ്ട, ഭയങ്കര സംഭവങ്ങളൊന്നുമല്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ചേച്ചി എന്താണ് ഈ ഉച്ചക്കെട്ടൊക്കെ കെട്ടി നിൽക്കുന്നതെന്ന്? വെറുതെ, പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിൽ നിൽക്കുമല്ലേ. പുറത്ത് പണികൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ഏകദേശമൊക്കെ അന്ത്യത്തോടടുത്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ വളരെ കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റൈസ് കാണിച്ചായിരുന്നല്ലോ, ഒരു തട്ടിക്കൂട്ട് റൈസ്. ഞാൻ ഈ തട്ടിക്കൂട്ടെന്ന് പറയുന്നില്ല കേട്ടോ, കാരണം എനിക്കൊരു കമൻറ്റ് വന്ന് തട്ടിക്കൂട്ടമ്മാമയെന്ന്. സാരമില്ല, എനിക്ക് സന്തോഷമുണ്ട്. കാരണം അങ്ങനെയൊക്കെയുള്ള റെസിപ്പികൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നല്ലോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഒരു കമൻറ്റ് വന്നായിരുന്നു, ഇത്രയും കുറച്ച് ചിക്കനിൽ ഇങ്ങനെ ചെയ്യാമെന്ന് ആദ്യമായിട്ടാണ് അറിയുന്നത്, ഒത്തിരി നന്ദി. ഇനി ഇതുപോലുള്ള ചെയ്യണേന്ന് നമ്മുടെ ചാനലിൽ നോക്കിയാൽ അറിയാം. നമ്മൾ ഈ ബിരിയാണി റൈസ് ആയാലും അല്ല, എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന ദിവസം ഞാൻ വലിയ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കത്തുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയ ചെറിയ അളവിലാണ് സാധാരണ ചെയ്യുന്നത് കേട്ടോ. അന്ന് 1/4 കിലോ ചിക്കനായിരുന്നു എടുത്തത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 1/2 കിലോ ചിക്കനിലാണ്. അതിന് വേണ്ടി അരി ഇത്തിരി നേരം ഒന്ന് കുതിർത്തിടാം. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനിടാം. അരമണിക്കൂറെങ്കിലും കുതിർന്നാൽ അത്രയും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ അങ്ങനെയുള്ള വീഡിയോസും ഇട്ടിട്ടുണ്ട്. സമയമുള്ളവർ ഒന്ന് കുതിർത്തിട്ടേരെ. അല്ല, പെട്ടെന്ന് റൈസ് ഉണ്ടാക്കണമെന്നുള്ളൊരു കഴുകി ഉടനെ തന്നെ റൈസ് ഉണ്ടാക്കാം. ഇത് കറക്റ്റ് 1/2 കിലോ ചിക്കനാണേ. അപ്പോൾ ചിക്കനൊക്കെ കൂട്ടിയെടുക്കാം, കുറച്ചെടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയും പുതിനയിലയും ഉണ്ട്, അത് തന്നെ ചേർക്കണം. ഇപ്പോൾ കറിവേപ്പില, ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും, ഒരു മീഡിയം സൈസ്, അതായത് ചതയ്ക്കുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാമേ. ഈ ബിരിയാണി മസാല ഇടുമ്പോൾ നമ്മുടെ ഇതിന്, ഈ റൈസിന് ഒരു പ്രത്യേക മണം കിട്ടും. 1/2 സ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടിയും 1 ടീസ്പൂണാണേ. അപ്പുറത്തൂടെ നോക്കാമോ ആരാന്ന്? ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് 2 വലിയ സവാള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടിക്ക് പകരം പച്ചമുളക് വേണമെങ്കിലും ചതച്ചിടാമേ. ജസ്റ്റ് ഒന്ന് കൈ കഴുകി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെക്കാം. അവിടെ ഇരുന്നത് വെന്തോട്ടെ. ഇനി ഇത് നമുക്ക്, ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലായിട്ടേക്കുന്നത്, ഒരു തിള വരുമ്പോഴത്തേക്ക് നമുക്കിത് തീ കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ചെറു തീയിൽ കിടന്ന് ഇത് നന്നായിട്ട് വേവട്ടെ. ചിക്കനകത്തുനിന്ന് നന്നായിട്ട് വെള്ളവും ഇറങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റെസിപ്പികൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ലോക്ക്ഡൗൺ ആയിട്ട് കുറച്ച് വീടുകളിലെങ്കിലും ഇങ്ങനെ ചിക്കനൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം ഇപ്പം മീനൊന്നും അധികം കിട്ടുന്നില്ല കേട്ടോ. മീനൊക്കെ ഭയങ്കര വിലയുമാണ്. പച്ചക്കറികളാണെങ്കിലും അധികമൊന്നും ഇല്ല. അപ്പോൾ ഈ ചിക്കൻ ഇതുപോലെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ കുറച്ച് എടുത്ത് ചെയ്യാമല്ലോ.
ഒരുമിച്ചിട്ട് വെക്കുമ്പോഴല്ലേ ഒരു ദിവസം കൊണ്ടല്ലേ 2 ദിവസം കൊണ്ട്. ഇപ്പോൾ ഒരു 2 കിലോ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു ഒരുമിച്ചിട്ട് ഒരു കറിയല്ലേ 2 ദിവസമായിട്ട് കറി വെച്ചാൽ അത് പെട്ടെന്ന് അങ്ങ് തീരും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ ദിവസവും നല്ല ടേസ്റ്റി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ബിരിയാണി റൈസ് അല്ലെങ്കിൽ മസാല റൈസ് നമ്മുടെ ഉരുളിക്കകത്ത് ഉണ്ടാക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതായത് ആദ്യം നമുക്ക് ഇത്തിരി ഒന്ന് സവാള ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ വേണ്ടാത്തവർ ഇത് അവോയ്ഡ് ചെയ്തോണേ. അതായത് ഫ്രൈ ഒന്നും ചെയ്തിടണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത്. ഒരിത്തിരി നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു വ്ളോഗിനകത്തുണ്ട്. ഇതും അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടും വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുന്തിരി, അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതും എടുക്കാം. ഞാൻ പറഞ്ഞു ഇത് വേണമെന്ന് നിർബന്ധമില്ല, ഇതില്ലാതെയും ചെയ്യാം. ഒന്ന് മൂത്ത് വന്നാൽ മതി. ഒരു സവാള, അപ്പോൾ കുറേ കൂടി എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാമേ. ഞാനിപ്പോൾ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചിക്കനെ അടുത്തടുപ്പിലോട്ട് മാറ്റിയായിരുന്നു. എന്താണെന്നറിയത്തില്ല, ഇതിന് അധികം വെള്ളം ഇറങ്ങുന്നില്ല. ഞാൻ ഒത്തിരി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. വെള്ളം അധികം ഇല്ലാത്ത ചിക്കനോ അത് കൊള്ളാമല്ലോ. അത് തിളക്കിയാൽ വീഡിയോയിൽ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കും. എന്തെല്ലാം ശ്രദ്ധിക്കണം. സവാള ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് ഫ്രൈ ആകുന്നത് വരെ നിൽക്കരുത്. അത് കരിഞ്ഞു പോകും. ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം. പുറത്ത് ആ ചൂടിനകത്തിരുന്നത് ഫ്രൈ ആയിക്കോളും. മതി, നമുക്ക് സവാള മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് ഒരു 4 ഏലക്ക ചതച്ചത്, ഒരു 2 കഷ്ണമോ 2-3 കഷ്ണം പട്ട, 7-8 ഗ്രാമ്പു, ഒരു 2 നുള്ള് പെരുംജീരകം. അതായത് ചെറിയ ജീരകമല്ല, നമ്മൾ ഇറച്ചിക്കൊക്കെ ചേർക്കുന്ന പെരുംജീരകം. തീ തീരെ കുറച്ചിട്ടിട്ട് ചെയ്താൽ മതി, കാരണം നല്ല ചൂടുണ്ട്. ഇനി ഇതിലേക്ക് അരമണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം വാലാനായിട്ട് കണ്ണോപ്പയിലിട്ട് വെച്ചിരുന്നതാണ്. ഈ അരി കണ്ടോ, ഇങ്ങനെ വിതറി കിടക്കുക. അതായത് നന്നായി വിട്ട് വെള്ളം വാങ്ങും. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. സാധാരണ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് അരി ഇങ്ങനെ ഒത്തിരി കുതിരണമൊന്നുമില്ല കേട്ടോ. കാരണം ഒത്തിരി കുതിർന്നാൽ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും. ഞാൻ അരി എടുത്തിരിക്കുന്നത് ഈ ചെറിയ ഗ്ലാസ്സില്ലേ, അതിന് 3.5 ഗ്ലാസ്സാണ് കേട്ടോ. ഇങ്ങനെ ഇളക്കിയൊക്കെ ചെയ്യാൻ ഇങ്ങനെയുള്ള ഉരുളി ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ ഉദ്ദേശിച്ചാണ് ഈ ഉരുളി മേടിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ഉരുളി എടുക്കുന്ന എല്ലാ വീഡിയോയിലും പറയുന്നത് ഇത് ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ്. 870 890 ആണ് ഇതിൻ്റെ റേറ്റ്. കണ്ടോ, നന്നായിട്ട് അരി പൊട്ടി വരുന്നുണ്ട്. അതിൻ്റെ കളറും മാറുന്നുണ്ട്. ശ്രദ്ധിച്ച് കണ്ടോ, കളറ് മാറിയേ. ഈ പൊരി പോലെ നന്നായിട്ട് പൊട്ടി വരണം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ, നിർബന്ധമില്ല. ഞാൻ ഇത് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്കൊരു 5 മിനിറ്റ് ഇളക്കിയിട്ട് ബാക്കി പ്രോസസ്സിങ് ചെയ്യാം കേട്ടോ. ഒട്ടും വെള്ളമയമില്ല, നന്നായിട്ട് കണ്ടോ. ഇത് നമുക്ക് വെള്ളം ചേർക്കാം. തിളച്ച വെള്ളം വേണമെങ്കിൽ അതും ഒഴിക്കാം, സാധാ വെള്ളം വേണമെങ്കിൽ അതും ഒഴിക്കാം. ഞാൻ സാധാ വെള്ളം ഒഴിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന കണക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഞാൻ 3.5 ഗ്ലാസ് അരിക്ക് 5, അതേ സെയിം ഗ്ലാസ്സിന് 5.25 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മുകളിൽ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തതില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്തേക്കുന്നത്, നമ്മുടെ റൈസിന് ഒരു മണം കിട്ടാൻ വേണ്ടി. നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇച്ചിരി കൂടി അരി വെന്ത ശേഷം, അല്ലെന്നുണ്ടെങ്കിൽ അരി നന്നായിട്ട് വേവില്ല. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലായിട്ടേക്കുന്നത്, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അരി ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് എണ്ണയ്ക്കകത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിലും വെള്ളം ഒഴിച്ച് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ പട്ടയും ഗ്രാമ്പും അതൊക്കെ ഇട്ട ശേഷം ഡയറക്റ്റ് നമുക്ക് അളവിനുള്ള വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച ശേഷം വേണമെങ്കിലും അരി അതിനകത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഈ 2 മെത്തേഡിൽ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സെയിം മെത്തേഡാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം.
ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കുത്തല് കാണും. പക്ഷേ പ്രശ്നമാക്കണ്ട, നമുക്ക് റൈസിനകത്ത് ഇടാനുള്ളതല്ലേ. ചെറു തീയിലായിട്ടേക്കണേ, അതവിടെ കിടന്ന് റെഡി ആയിക്കോട്ടെ. ഇപ്പം അത് നന്നായിട്ട് തിളച്ചു. ചെറിയ അടപ്പുണ്ടത് മേളിൽ ഇരിക്കുക കേട്ടോ, എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീ ഞാൻ സ്ലോ മീഡിയം ആ പരുവത്തിലായിട്ടേക്കുന്നേ. ഇനി അടച്ചു വെക്കാം. അപ്പം ഇടയ്ക്ക് വറ്റിയൊന്ന് നോക്കണം, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, പൊടിഞ്ഞു പോകരുത്. ചെറു തീയിലിട്ട് വറ്റിച്ചെടുക്കാം. ഒന്ന് തുറന്നു നോക്കാം. തുറന്നപ്പോഴേ എന്താ ഒരു മണം. വെള്ളം നന്നായിട്ട് വറ്റി. സൈഡിൽ നിന്നൊന്ന് ഇളക്കി കൊടുക്കാം, പൊടിഞ്ഞു പോകരുത്. ആ നെയ്ക്കകത്ത് വറുത്ത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രത്യേക മണമാണ്. അരി നന്നായിട്ട് വെന്ത് തുടങ്ങി. എനിക്ക് റൈസിനകത്ത് വേണമെങ്കിലും മല്ലിയില പുതിനയില ഒക്കെ ഇടാം കേട്ടോ. തീരെ കുറച്ചായിട്ടേക്കുന്നേ. അടച്ചു വെക്കാം. അപ്പം ഇവിടെ എന്തായെന്ന് നോക്കാം. ഇപ്പം ഞാൻ തീ ഇത്തിരി കൂട്ടിയിട്ടു. ചിക്കൻ വെന്തിട്ടുണ്ട്. ആ ഗ്രേവി ഒരു ഇത്തിരി ഒന്ന് വറ്റട്ടെ. ഇച്ചിരി തീ കൂട്ടിയിട്ട് ഇത്തിരി ഒന്ന് വറ്റട്ടെ. കണ്ടോ, കഷ്ണം നന്നായിട്ട് വെന്തു. ഒന്ന് അതിൽ നിന്ന് ഇത്തിരി ഒന്ന് അടത്തി നോക്കിയതാ. ഇനി നമുക്കിതാ ഈ തീ ഓഫ് ചെയ്യാം. ഇനി എന്താണെന്നറിയോ, നമുക്കിത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ചിക്കൻ ഇത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് 1/2 കിലോ ഉണ്ട്. അപ്പോൾ അത് മൊത്തം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു. ഇത്തിരി അടിയിൽ ഇങ്ങനെ മണ്ടയിലോട്ട് റൈസ് ഇടാം. ചെറു തീയിലാണ് ഇട്ടേക്കുന്നത്. ഇനി എന്താണ്, നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളി മുന്തിരി എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ നമ്മുടെ റൈസിൻ്റെ മണമേ വേറെ ലെവലാവും. ഇനി ചെറുതീയിൽ അടച്ചു വെക്കാം. ഒരു 4-5 മിനിറ്റ് ചെറുതീയിൽ ഇങ്ങനെ ഇരിക്കട്ടെ. എന്താണ്, നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ റൈസിന് ഇത്തിരി കൂടി ഒന്ന് ടേസ്റ്റ് കിട്ടും. ഇടയ്ക്ക് ചവയ്ക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ഇത്തിരി മധുരവും ഇച്ചിരി അണ്ടിപ്പരിപ്പിൻ്റെ ആ ടേസ്റ്റും ഇച്ചിരി മുന്തിരിയുടെ ടേസ്റ്റും ഒക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അത്രയേ ഉള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ചേച്ചി എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ല മുന്തിരി ഇല്ല എന്നും പറഞ്ഞ് ആരും ചെയ്യാതിരിക്കേണ്ട. നമുക്ക് അതൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ സവാള ഫ്രൈ ചെയ്തിടണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഇപ്പം ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് അത് ആവി വരുന്നുണ്ട്. അടിയിലോട്ടൊന്ന് നോക്കിയാൽ വെള്ളം ഒട്ടുമില്ല. റൈസ് കണ്ടോ, അധികമൊന്നും വെന്ത് പോയിട്ടില്ല. ആ റൈസ് മുക്കാലും വെന്ത ശേഷമാണ് നമ്മൾ ഈ ചിക്കൻ അതിനകത്തോട്ട് ഇട്ടിങ്ങനെ അടച്ചു വെച്ചതേ. റൈസിൻ്റെ വേവ് കണ്ടോ. ദേ ഇനിയിപ്പോൾ ദാ തീ ഓഫ് ചെയ്യുകയാണ്. ഈ ആവിക്കകത്തിരുന്ന് ബാക്കി റൈസ് സെറ്റായിക്കോളും. ജോസാൻ വന്നപ്പോഴത്തേക്ക് എല്ലാം റെഡിയായേ. കൈ കഴുകി പാത്രത്തിൻ്റെ മുമ്പിലോട്ടിരുന്നു. കഴിക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാതിരിക്കുകയാണെന്നൊരു പരാതി. മുഖമൊക്കെ വല്ലാതിരിക്കുക, എൻ്റെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, എല്ലാവർക്കും അറിയാം പണിക്കാരുടെ കൂടെ നിൽക്കുകയെന്ന്. അപ്പോൾ കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. എരി ഞാൻ തീരെ കുറച്ചായിട്ടേക്കുന്നേ ജോസാനെ ഉദ്ദേശിച്ച്. കഴിക്കാൻ ഇരുന്നപ്പോൾ ആദ്യം ഇച്ചിരി വായിലോട്ടിട്ടപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു. അതൊന്ന് പറഞ്ഞ്. എന്തുവായിരുന്നു? അതൊരു സത്യമാണ് കേട്ടോ. കാരണം ഇങ്ങനെ ഉണ്ടാക്കിയാലേ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒഴിക്കാനോ തോരനോ അങ്ങനെ ഒന്നും വേണ്ട. ഒരു ഇച്ചിരി ചിക്കനും ഇച്ചിരി അരി ഉണ്ടെങ്കിൽ. ഈ ബസ്മതി അരി തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമ്മുടെ ചോറ് വെക്കുന്ന നോർത്തിലൊക്കെയാണെങ്കിൽ ചോറ് വെക്കുന്ന പച്ചരി പ്രത്യേകം കിട്ടും. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളയരിയും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അതും ഇതുപോലെ അധികം വേവില്ല. ഇതുപോലെ നമുക്ക് പറ്റിച്ചെടുക്കാം. ഞാൻ വെച്ചായിരുന്നു ഒരു ദിവസം റേഷൻ അരിയുടെ പുലാവ്. അതിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ടേ. എരിയുണ്ടോ ഒത്തിരി? സ്പൈസിയൊക്കെ കറക്റ്റാണല്ലോ. എണ്ണയും അധികം ഇട്ടിട്ടില്ല. ഇന്നാളി ഉണ്ടാക്കിയപ്പോൾ എണ്ണ കൂടുതലാന്ന് പറഞ്ഞു. അതുകൊണ്ട് എണ്ണ ഒട്ടും ഇട്ടിട്ടില്ല. ആ അപ്പോൾ എന്താ, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത്. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അറിയിക്കാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നാളെ ഇതേ സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാനായിട്ട് വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു. ടാറ്റാ.